എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ. ഇന്നത്തെ ചിന്ത നമ്മൾ 6ാമത്തെ സീരീസിലേക്ക് കയറുവാണ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് അടുത്ത ഒരു ആയുധം ദൈവം തന്നിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാളായിരിക്കുന്ന തിരുവചനം. മത്തായിയുടെ സുവിശേഷം 4:1 മുതൽ 11 വരെയുള്ള വാക്യത്തിനകത്ത് നമുക്ക് നോക്കാം. അനന്തരം പിശാചാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശു ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ വിശന്നു. അപ്പോൾ പരീക്ഷിക്കുവാൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായിരിക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതുപോലെ തന്നെ യേശുവിനെ പിശാച് പിന്നെയും പരീക്ഷിക്കുന്നത്, നീ ദൈവപുത്രൻ ആണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ തക്കവണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ ഉള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചു. നീ സാഷ്ടാംഗം വണങ്ങ് എന്നെ ആരാധിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോകുക, നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ആത്മാവിന്റെ വാളായിരിക്കുന്ന തിരുവചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ആ ആത്മാവിന്റെ വാളായിരിക്കുന്ന തിരുവചനം പിശാചിനെ തകർത്തു കളയുവാൻ, പിശാചിനെ ആട്ടിപ്പായിക്കുവാൻ ഈ വചനം നമുക്ക് ആയുധമായി, ആത്മാവിന്റെ വാളായിരിക്കുന്ന തിരുവചനം നമുക്ക് ആമേൻ സ്തോത്രം ആയുധമായി ദൈവം തന്നിരിക്കുന്നു. ഇത് യേശു തമ്പുരാൻ ആമേൻ സ്തോത്രം എടുത്ത് ഉപയോഗിച്ച ആമേൻ ആയുധമാ. ഈ ആയുധമില്ലാതെ നമുക്ക് ഒരിക്കലും പിശാചിനെ ജയിക്കുവാൻ കഴിയത്തില്ല. വെളിപ്പാട് പുസ്തകം 1:16. വെളിപ്പാട് പുസ്തകം 1:16. വെളിപ്പാട് പുസ്തകം 1:16. അവന്റെ വലങ്കൈയിൽ 7 നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ വായിൽ മൂർച്ചയേറിയ ഇരുവാൽ തലയുള്ള വാൾ പുറപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖം സൂര്യ ശക്തിയോടെ പ്രകാശിച്ചതുപോലെ ആയിരിക്കുന്നു. അവന്റെ വലങ്കൈയിൽ 7 നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ വായിൽ മൂർച്ചയേറിയ ഇരുവാൽ തലയുള്ള വാൾ പുറപ്പെട്ടിരിക്കുന്നു. ഇരുവാൽ തലയുള്ള വാൾ, ആമേൻ, യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആമേൻ ഇരുവാൽ തലയുള്ള ആമേൻ ആത്മാവിന്റെ വാളായിരിക്കുന്ന തിരുവചനം. വചനം നമ്മളെ വിടുവിച്ച് വെളിയിൽ കൊണ്ടുവരുന്നു. വചനം നമ്മളെ സ്വാതന്ത്ര്യമാക്കുന്നു. വചനം പൈശാചിക ശക്തികളെ പുറത്താക്കുന്നു. വചനമില്ലെങ്കിൽ നമുക്ക് ഒന്നിനെയും ജയിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. തിരുവചനം പറയുന്നു, ആദിയിൽ ആമേൻ വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വചനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കും. ദൈവശക്തി ദൈവത്തിന്റെ വചനത്തിന്റെ മേൽ ആത്മാവായി ഇറങ്ങി വരും. ആത്മാവിന്റെ വാളായിരിക്കുന്ന തിരുവചനം നമ്മളെ
രക്ഷിക്കുന്ന, നമ്മളെ കാക്കുന്ന, നമ്മളെ പോറ്റി പുലർത്തുന്ന തിരുവചനമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ആ വചനം നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്ന് ആ വചനം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ വചനമാണ് നമ്മളെ കാക്കുമാറാകുന്നത്. വചനം നമ്മുടെ അകത്ത് വേണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ വാളായിരിക്കുന്ന ഇരുവാൾ തലയുള്ള ഈ തിരുവചനം ഞങ്ങളുടെ ജീവന് തുല്യമായ ആമേൻ ഞങ്ങളെ അകത്ത് ജീവിക്കുവാൻ, ഞങ്ങളുടെ അകത്ത് ആമേൻ ഭക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം ഞങ്ങളുടെ ആയുധമാക്കി ആമേൻ ആ പിശാചുക്കളെ തകർത്ത് കളയുന്ന, ആമേൻ രോഗ സൗഖ്യങ്ങൾ തരുന്ന, വിടുതൽ തരുന്ന, ആശ്വാസം തരുന്ന, സമാധാനം തരുന്ന, ഞങ്ങളെ ജീവനോടെ നിലനിർത്തുന്ന ഇരുവാൾ തലയുള്ള ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഈ വചനങ്ങളെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.